നമസ്കാരം. ഗ്രേപ്സിൻ്റെ MyHRM ആപ്പിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറിലേക്കാണ് ഇന്ന് നമ്മൾ കയറുന്നത്. നമ്മുടെ എംപ്ലോയീസ് ഹോസ്പിറ്റലിൽ പല കാരണങ്ങൾ കൊണ്ടും സാലറി അഡ്വാൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോഴെല്ലാം അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന ചിലവുകൾ, ചിലപ്പം കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ അപ്രതീക്ഷിതമായ ചിലവുകൾ മൂലം മിച്ചമുള്ള പൈസ ഇപ്പോൾ ഇല്ലാതിരിക്കൽ, അങ്ങനെയൊക്കെ അവരുടെ ദൈനംദിന ജീവിതക്രമത്തിൻ്റെ ക്രയവിക്രയങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരുന്നതിന് ഹോസ്പിറ്റലിൽ നിന്ന് അഡ്വാൻസ് സാലറി ചോദിച്ചേക്കാം. അത് സാധാരണഗതിയിൽ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ അത്ര കൃത്യമായ ഒരു ഡോക്യുമെൻറ്റേഷൻ ഇല്ലാതെയായിരിക്കും. ഇത് കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ഡോക്യുമെൻറ്റഡ് ആയിട്ട് സാലറി അഡ്വാൻസ് റിക്വസ്റ്റ് നമ്മുടെ MyHRM ആപ്പിൽ കൂടെ അയക്കാൻ പറ്റും. ഒരു റീസണൊക്കെ കൊടുത്ത് എത്ര എമൗണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഏത് മാസത്തെ സാലറിയിൽ നിന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം അവിടെ മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത്തരത്തിലൊരു എംപ്ലോയി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ HR മാനേജർ ആരാണോ സാലറി അഡ്വാൻസുകളെ മാനേജ് ചെയ്യുന്നത്, ആ പെർമിഷനുള്ള വ്യക്തിക്ക് സാലറി അഡ്വാൻസ് റിക്വസ്റ്റുകൾ നമുക്ക് നോർമലി ആ മെയിൻ മെനു ലിസ്റ്റിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് ആണ് ആ മെനു ഉള്ളത്, കാണാൻ പറ്റും. അങ്ങനെ കാണുന്ന ആ ലിസ്റ്റിൽ നിന്ന് 3, 4, 10 പേര് സാലറി അഡ്വാൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അവരുടെ റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള സാലറി അഡ്വാൻസ് റിക്വസ്റ്റുകളെല്ലാം അവിടെ കാണാൻ പറ്റും. അത് അക്സെപ്റ്റഡ് ആയിരുന്നോ, റിജക്റ്റഡ് ആയിരുന്നോ, അതിൻ്റെ റീസൺസ് എന്താണ്, അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പേപ്പർ ഡോക്യുമെൻ്റ് ആയിരുന്നാൽ പോലും നമുക്ക് പലപ്പോഴും ഇത് കൃത്യമായിട്ട് ഈ ഒരു വർഷം മുഴുവൻ ഒരു എത്ര തവണ സാലറി അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ റീസണാണെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് കാണുന്നത് നമ്മൾ അത്രയും ഡോക്യുമെൻ്റ് തപ്പി പോകേണ്ടതുണ്ട്. ഇത് കൃത്യമായിട്ട് ആ വ്യക്തിയെ സെലക്ട് ചെയ്യുമ്പം അവിടെ അവരുടെ ഇപ്പോഴത്തെ റിക്വസ്റ്റും അവർ മുൻകാലങ്ങളിൽ നടത്തിയ റിക്വസ്റ്റുകളെല്ലാം കാണാൻ പറ്റും. മാത്രമല്ല കേട്ടോ, അവരിപ്പോൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ അത്രയും ഈ മാസത്തെ വർക്കിംഗ് ഡേയ്സ് വെച്ചിട്ട് എലിജിബിലിറ്റി ആയിട്ടുണ്ടോ എന്നും അറിയാൻ പറ്റും. ചില ഹോസ്പിറ്റലെങ്കിലും അവരുടെ വർക്കിംഗ് ഡേയ്സിൻ്റെ എലിജിബിലിറ്റി നോക്കിയിട്ടാണ് അവരുടെ സാലറി അഡ്വാൻസ് കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതിന് ഡേയ്സ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സോഫ്റ്റ്വെയർ തന്നെ MyHRMൽ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി അങ്ങനെ നോക്കാതെ കൊടുക്കുന്ന ഹോസ്പിറ്റലാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ വെച്ച് അപ്രൂവ് ചെയ്യാം. ഇനി ആ എലിജിബിലിറ്റി കാണുന്നത് കൊണ്ട് തന്നെ അവർ ചോദിച്ചിരിക്കുന്ന എമൗണ്ട് അല്ല, അതിനേക്കാൾ കുറച്ചാണ് കൊടുക്കാൻ കഴിയുന്നത് എലിജിബിലിറ്റി ഉള്ളതെങ്കിൽ അത് അവർക്ക് അവിടെ വെച്ച് ഫിക്സ് ചെയ്ത് സാലറി അഡ്വാൻസ് അപ്രൂവ് ചെയ്യാം. സാലറി അഡ്വാൻസ് റിക്വസ്റ്റ് ആൻഡ് ഇറ്റ്സ് അപ്രൂവൽ MyHRM മൊബൈൽ ആപ്ലിക്കേഷനിൽ ഡിജിറ്റലി ഡോക്യുമെൻറ്റഡ് ആണ്.